السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه، وأفضل الصلاة وأتم السلام على سيدنا محمد حبيب رب العالمين وعلى آله وأصحابه أجمعين والتابعين ومن تبعهم بإحسان إلى يوم الدين. പ്രിയമുള്ള സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസം ഇതാ സമാഗതമായിരിക്കുന്നു. ലോകത്തുള്ള മുസ്ലിമീങ്ങൾ എല്ലാവരും ആ മാസത്തെ വരവേറ്റ് അവിടുത്തെ സ്തുതികീർത്തനങ്ങളും സ്വലാത്തുകളും മറ്റു പുണ്യകർമ്മങ്ങളും പറഞ്ഞുകൊണ്ട് ആ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ വേണ്ടി നിർദ്ദേശിച്ചു. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫൽയഫ്റഹു ഫബിദാലിക ഫൽയഫ്റഹു. അള്ളാഹുവിൻ്റെ ഫദ്ല് കൊണ്ടും അവൻ്റെ റഹ്മത്ത് കൊണ്ടും അവർ സന്തോഷിക്കട്ടെ എന്ന് അവരോട് പറയൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ അവൻ്റെ ഹബീബിനോട് പറയുകയാണ്. അള്ളാഹുവിൻ്റെ ഫദ്ല് എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അനുഗ്രഹങ്ങളൊക്കെ. പിന്നെ അതിൻ്റെ ശേഷം പറഞ്ഞ ബി റഹ്മത്തിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അതാരാണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞതായി കാണാം. അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിനാകെ റഹ്മത്തായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല എന്നും. അപ്പോൾ വബി റഹ്മത്തിഹി എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അവർ സന്തോഷിക്കട്ടെ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അവർ എന്തൊക്കെ ഒരുമിച്ച് കൂട്ടുന്നുണ്ടോ അതിനേക്കാളൊക്കെ ഖൈർ അതാണ് എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. അതുകൊണ്ട് നാം എല്ലാവരും ഈ മാസം പൂർണ്ണമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കാനായി പല സൽഗുണങ്ങളും ചെയ്യണം. ഒരു കാര്യങ്ങൾ മാത്രം, ഒരു മൗലിദ് മാത്രമല്ല, പലതും ചെയ്യാനുണ്ട്. ഇസ്ലാം അംഗീകരിക്കുന്ന ഏത് കാര്യവും ചെയ്യാം. പക്ഷേ സന്തോഷപ്രകടനം എന്ന പേരിൽ മറ്റുള്ള കൂത്താട്ടങ്ങളൊന്നും പാടില്ല. അള്ളയും റസൂലും വെറുക്കുന്ന കാര്യങ്ങളൊന്നും പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ നമ്മെ പരിഗണിക്കാൻ ആവശ്യമായ ഒരു കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തിന് അധികരിപ്പിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചതായിട്ട് കാണാം.
ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ജനങ്ങൾ വെച്ച് ഏറ്റവും എന്നോട് ബന്ധപ്പെട്ടവർ അക്തറുഹും അലയ്യ സ്വലാ, എൻ്റെ മേലിൽ ആരാണോ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നത് അവരെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഖിയാമത്ത് നാളിൽ പരിഗണിക്കുക എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം. എത്ര കണ്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നോ ആ സ്വലാത്തിൻ്റെ വർദ്ധവിനനുസരിച്ച് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പരിഗണന നമുക്കുണ്ടാകും. എവിടെ വെച്ച്? ഖിയാമത്ത് നാളിൽ, മഹ്ശറിൽ വെച്ച്. ഏറ്റവും ദുർഘടമായ വേദനാജനകമായ രംഗങ്ങളുള്ള സ്ഥലമാണല്ലോ മഹ്ശർ, മരണശേഷമുള്ള പരലോക ജീവിതം. അവിടെ ഒരുപാട് കടമ്പകൾ നമുക്ക് കടക്കാനുണ്ട്. ആ സമയത്തൊക്കെ നമ്മുടെ രക്ഷക്കെത്താനുള്ള നേതാവാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് തന്നെ ആ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് നമ്മൾ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക എല്ലാ കാലത്തും വേണം. പ്രത്യേകിച്ച് റസൂലുള്ളാഹിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ കൂടുതൽ സ്വലാത്ത് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ നമ്മോട് നിർദ്ദേശിച്ച ഒരു കാര്യം കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ. അത് നിർദ്ദേശിച്ച ശൈലി നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. തീർച്ചയായും അള്ളാഹും അവൻ്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെയും മലക്കളുടെയും സ്വലാത്ത് തുടർച്ചയായിട്ട് അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മുറിയാതെ, മുസ്തമിറായിട്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. വിശ്വാസികളെ, ആ അള്ളാഹുവിനെ കൊണ്ടും റസൂലിനെ കൊണ്ടും വിശ്വസിച്ച വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, ആ റസൂലുള്ളാഹിന്റെ പേരിൽ നിങ്ങൾ സ്വലാത്തും സലാമും ചെല്ലണം എന്ന്. സ്വലാത്ത് മാത്രം പോരാ, സലാമും വേണം. ഇതുപോലെ ഒരു അമല് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അള്ളയും മലക്കോളും നിസ്കരിക്കുന്നുണ്ട്, നിങ്ങൾ നിസ്കരിച്ചോളി. അള്ളയും മലക്കോളും നോമ്പെടുക്കുന്നുണ്ട്, നിങ്ങൾ നോമ്പെടുക്കുകയും. ഇനി അള്ളയും മലക്കോളും ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, നിങ്ങളും ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഒരു അമല് അള്ളാഹു തആല പറഞ്ഞിട്ടില്ല. അതൊക്കെ നമ്മളോട് നിർദ്ദേശമുണ്ടെങ്കിലും ഇതേ രൂപത്തിൽ പറഞ്ഞിട്ടില്ല. ഇതേ രൂപത്തിൽ പറഞ്ഞ ഒരേ ഒരു അമലാണ് അള്ളാഹുവും അവൻ്റെ മലക്കുകളും ചെയ്യുന്നു, മുഅ്മിനീങ്ങളെ നിങ്ങളും ചെയ്യണം എന്ന് പറഞ്ഞത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്താണ്. ഈ സ്വലാത്ത് മനസാന്നിധ്യമില്ലാതെ ചൊല്ലിയാൽ പോലും കൂലി കിട്ടുന്നതാണ്. തമാശക്ക് പറഞ്ഞ് ചൊല്ലിയാലും, മനസാന്നിധ്യം ഇല്ലാതെ ചൊല്ലിയാലും, എങ്ങനെ ചൊല്ലിയാലും കൂലി കിട്ടുന്നൊരു അമലാണ് സ്വലാത്ത്. ഏത് അമലുകളും ചിലപ്പോൾ തള്ളപ്പെടാം, ചിലപ്പോൾ സ്വീകരിക്കപ്പെടാം. ഏത് അമലും അങ്ങനെയാണ്. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, പല അമലുകളും ചെയ്യുന്നുണ്ട്. പക്ഷെ അതെല്ലാം ചിലപ്പോൾ തള്ളപ്പെടാനും സാധ്യതയുണ്ട്, സ്വീകരിക്കപ്പെടാനും സാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് അത് ഒരിക്കലും തള്ളപ്പെടുകയില്ല, അത് സ്വീകരിക്കപ്പെടുമെന്ന് സുനിശ്ചിതമാണ്. അങ്ങനത്തെ ഒരു അമൽ വേറെ ഏതാ ഉള്ളത്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ തന്നെ കാണാം, മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ. വല്ലവനും എൻ്റെ മേലിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ അള്ളാഹു തആല 10 ഇങ്ങോട്ട് ചെല്ലും, അള്ളാഹ് 10 റഹ്മത്ത് അവനിക്ക് ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായിട്ട് കാണാം. അപ്പോൾ ഒന്നിന് 10, ഒരു വട്ടം സലാത്ത് ചൊല്ലിയാൽ അതിന് 10 അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കും. ഒരു സംശയവും വേണ്ട, നമ്മൾ ചെല്ലുന്ന സലാത്തുകളെല്ലാം റസൂലുള്ളാഹിൻ്റെ ഹദ്റത്തിൽ സമർപ്പിക്കപ്പെടുന്നുണ്ട്. അള്ളാഹിൻ്റെ റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ സലാത്ത് എവിടുന്ന് നിങ്ങളെ ചൊല്ലിയാലും സല്ലു അലയ്യ ഹൈസുമാ കുന്തും, നിങ്ങൾ എവിടെ വെച്ച് ഏത് സ്ഥലത്താണെങ്കിലും എൻ്റെ പേര് സലാത്ത് ചൊല്ലിക്കൊള്ളി. ഫഇന്ന സലാത്തക്കും തബ്ലുഗനി, തീർച്ചയായും നിങ്ങളുടെ സലാത്ത് എനിക്ക് എത്തുക തന്നെ ചെയ്യും, അത് എനിക്ക് കാണിക്കപ്പെടും, ആ വിവരം എനിക്ക് ലഭിക്കും. നമ്മളായിട്ട് ബന്ധപ്പെടണം എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം ഇതിൻ്റെ റിക്കാർഡുകളൊക്കെ ശരിയാവണ്ടേ. നമ്മൾ ഖിയാമത്തിനാൾ ഏറ്റവും റസൂലുള്ളാഹിനോട് ബന്ധപ്പെട്ട ആളാണ്, സലാത്ത് അധികരിച്ച ആളും. അധികരിച്ച ആൾ ആരാന്നുള്ളതിന് ഫയൽ വേണ്ടേ? അതെല്ലാം റിക്കാർഡാക്കപ്പെടുന്നുണ്ട്, അതവിടെ കാണിക്കപ്പെടുന്നുണ്ട്. മലക്കുകൾ ചില ദിവസം നേരിട്ട് കേൾപ്പിക്കുന്നുണ്ട്, ചിലപ്പോൾ മലക്കുകൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചില്ലേ, എങ്ങനെ ഞങ്ങളുടെ സലാത്ത് തങ്ങളെ മേൽ കാണിക്കപ്പെടുക, തങ്ങൾ മരണശേഷം മണ്ണോട് ചേർന്ന് നശിച്ചു പോകൂലേ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്താ? മണ്ണിനോട് ചേർന്ന് പോകുന്നില്ല. ഇന്നല്ലാഹ ഹറമ അജ്സാദ് അലൽ അർദി അൻ തഅകുല അസ്ജാദൽ അംബിയാ. ഇന്നല്ലാഹ ഹറമ അലൽ അർദി അജ്സാദൽ അംബിയാ. തീർച്ചയായും അല്ലാഹു തആല ഹറാമാക്കിയിരിക്കുന്ന ഭൂമിൻ്റെ മേലിൽ അമ്പിയാക്കളുടെ ശരീരം തിന്നുന്നതിന്, അത് നശിപ്പിച്ച് കളയുന്നതിന് അള്ളാഹു ഭൂമിൻ്റെ മേലിൽ ഹറാമാക്കിയിരിക്കുകയാണ്. ഭൂമിയോട് അള്ളാഹ് പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ അമ്പിയാക്കൾ തൊട്ടുപോകരുത്. അത് ഞാൻ മാത്രമല്ല, എല്ലാ അമ്പിയാക്കളുടെ അവസ്ഥ അതാണ്. പിന്നെ എങ്ങനെയാണ്? ആ കാര്യത്തിൽ നിങ്ങൾ സംശയിക്കണ്ട, സലാത്ത് എത്തൂലേ എന്നുള്ളത്. അപ്പം അത് ചൊല്ലിക്കോളി നിങ്ങൾ. അപ്പം അള്ളയും റസൂലും ഒക്കെ നമുക്ക് വളരെ അങ്ങേയറ്റം നമ്മോട് പറഞ്ഞ ഒരമലാണ്, നിർദ്ദേശിച്ച ഒരമലാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പരിശുദ്ധ എപ്പോഴും നമ്മൾ സ്വലാത്ത് അധികരിപ്പിക്കണം. ഏതായാലും ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ കൂടുതൽ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി സമയം കണ്ടെത്തണം. ഏറ്റവും ചുരുങ്ങിയത് ദിവസേന 100 സ്വലാത്തെങ്കിലും ചെല്ലാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് തുടർ ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, എൻ്റെ ഹബീബിൻ്റെ മാസമാണ് റബ്ബേ ഞങ്ങളിലേക്ക് സമാഗതമായിരിക്കുന്ന റബ്ബേ. ആ ഹബീബിനെ വാനോളം പുകഴ്ത്താനും റബ്ബേ അവിടുത്തെ പേരിൽ സലാത്ത് അധികരിപ്പിക്കാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാൻ റബ്ബേ, ഹബീബിൻ്റെ കൂടുതൽ ബന്ധപ്പെട്ട്, ആ ഹബീബ് ഞങ്ങളോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് റബ്ബേ ഞങ്ങൾക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നീ എളുപ്പമാക്കണേ അല്ലാ. ആ ഹബീബിൻ്റെ കൂടെ സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. ആ ഹബീബിൻ്റെ ശഫാഅത്തിൽ ഉൾക്കൊള്ളിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും റബ്ബേ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ അല്ലാ. മരണം ഖൈറാകുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.